ശ്രീ സന്ദീപ് വാര്യർ, ഈ വീണ വിജയന്റെ കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ട്, അവിടേക്ക് 2 കമ്പനികളിൽ നിന്ന് വൻ തുക നിക്ഷേപമായി ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഷോൺ ജോർജ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. 11:30 നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാം. പൊതുവിലെ ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ആരോപണവുമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. SFI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയതും ഷോണിന്റെ ഇടപെടലുകളായിരുന്നു. തർക്കമൊന്നുമില്ല. എന്തായാലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശ രാജ്യങ്ങളിൽ അക്കൗണ്ട് ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ടാവുകയും അതിലേക്ക് കോടികളുടെ ഇടപാട് നടക്കുകയും ആ ഇടപാടുകളിൽ SNC ലാവലിനും PWCയും അടക്കമുള്ള സ്ഥാപനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് നടന്ന തീവട്ടിക്കൊള്ളയുടെ പങ്കാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോയതെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെയും മാസപ്പടി കേസും വെള്ളപൂശാൻ വേണ്ടി കേരളത്തിൽ നടന്നിട്ടുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വശത്ത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ യുവ നേതാവ് ഈ കാര്യത്തിൽ തുടർച്ചയായി ആക്ഷേപം ഉന്നയിക്കുകയും അവസാനം അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇക്കാര്യം ഒതുക്കാൻ വേണ്ടി അയാൾ തന്നെ ശ്രമിക്കുകയും കേസ് അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ ബോധപൂർവം ഒരു തിരക്കഥ ഉണ്ടാക്കുകയും അവസാനം അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ അതീവ ഗൗരവതരമാണ്, രാജ്യത്ത് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം, അത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം, ഖജനാവിലെ പണം കൊള്ള ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും ആ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും SNC ലാവലിന് ബന്ധമുണ്ടായിരുന്നു. SNC ലാവലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള CDPQ എന്ന കനേഡിയൻ പെൻഷൻ കമ്പനിയുമായിട്ടായിരുന്നു ഇടപാട് നടത്തിയിരുന്നത്. അപ്പോൾ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ SNC ലാവലിനുമായി സ്ഥിരമായി ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് നിന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോയ പണം മുഴുവൻ ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന അതിവിപുലമായിട്ടുള്ള ഒരു മാഫിയ നെറ്റ്വർക്കായി പിണറായി വിജയനും കുടുംബവും മാറിയിരിക്കുന്നുവെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. ശരി. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ നാട്ടുകാർ ഉഷ്ണതരംഗത്തിൽ വലഞ്ഞാലും വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞാലും അടിക്കടിയുള്ള വിദേശ യാത്രകളുണ്ടല്ലോ കുടുംബസമേതം. അത് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് ദൈവം വിശ്രമിക്കാൻ പോയതുപോലെയാണ് എന്നൊക്കെ ഉദാഹരണം പറഞ്ഞാലും ഇനി അങ്ങോട്ട് രാഷ്ട്രീയമായും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ നോക്കിക്കാണും. അല്ല, ഇത് നോക്കൂ, ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് അഴിമതി കഥകൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇനി ഇക്കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. CPM-നകത്തും പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ വികാരം രൂപപ്പെടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് 4-ാം തീയതി വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ തോതിലുള്ള അഴിമതി സംസ്ഥാനത്ത് വലിയ തോതിൽ ധനക്കമ്മി അനുഭവപ്പെടുന്ന സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടുന്ന സമയത്ത് ധൂർത്തും ധാരാളിത്തവും ഒപ്പം അഴിമതിയും ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ കട്ടുമുടിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിനെ ഏൽക്കുന്ന കനത്ത പ്രഹരം 4-ാം തീയതി ഉണ്ടാകും. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കട്ടുമുടിച്ച മറ്റൊരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ.